ഹായ്, ഞാൻ വിജയലക്ഷ്മി ഫ്രം തൃശ്ശൂർ. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരാനുള്ളൊരു കാരണം ഹൈറിച്ചിനെതിരായി നടക്കുന്ന ഈ ശീതസമരത്തിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ചിൻ്റെ ബേസ്. നമുക്കിവിടെ വില കുറവോടുകൂടി ആജീവനാന്തം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ജസ്റ്റ് ഒരു മെമ്പർഷിപ്പിൻ്റെ ആവശ്യമുള്ളൂ. ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ എന്തില്ല, ഈ പറഞ്ഞൊന്നുമില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മെമ്പർഷിപ്പിന് അഡ്രസ്സ്, മെയിൽ ഐ ഡി, ഫോൺ നമ്പർ ഉണ്ടായാലും നമുക്ക് ഒരു ഐ ഡിയും പാസ്വേഡും കിട്ടും. ആജീവനാന്തം ഡിസ്കൗണ്ടോടുകൂടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത്രയും നല്ലൊരു ബേസ് ഉള്ളപ്പോൾ ആ ബേസ് സ്ട്രോങ് ആണെങ്കിൽ അതിൻ്റെ മേലെ എത്ര ബിൽഡിങ് വേണമെങ്കിലും നമുക്ക് കിട്ടി നിർത്താം. അത് തന്നെയാണ് ഹൈറിച്ചിൻ്റെ ഓരോ പ്രൊജക്റ്റുകളും. അത് മനസ്സിലാക്കാതെ ഇവിടെ മറ്റു പല കാര്യങ്ങളും മറ്റു പല കമ്പനികളുടെ നിലനിൽപ്പിനെ ഹൈറിച്ച് ഒരു ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് മെയിൻ കാരണം ഹൈറിച്ച് തന്നെയാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. എനിക്ക് വയസ്സ് 57. എൻ്റെ 55 വർഷവും ഞാൻ ജീവിച്ചത് മറ്റു പലരുടെ ഔദാര്യം കൊണ്ടായിരുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? ഒരു പെണ്ണായി കഴിഞ്ഞാൽ ആദ്യം അച്ഛനമ്മ, പിന്നെ ഹസ്ബൻഡ്, അത് കഴിഞ്ഞാൽ മക്കൾ. ഈ പ്രായത്തിൽ മക്കളുടെ ഔദാര്യം കൊണ്ട് കഴിയേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് കഴിഞ്ഞ ഈ 2 വർഷം കൊണ്ട് എനിക്കുണ്ടായ ഒരു അനുഭവം 55 വർഷത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞത്. അതും ഈ പ്രായത്തിൽ. അതാണ് ഹൈറിച്ച്. ജാതി, മത, വർഗ, പ്രായഭേദമന്യേ ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ്. അത് തന്നെയാണ് ഹൈറിച്ച്. അതിനെ നിങ്ങൾ മനസ്സിലാക്കാതെ ഹൈറിച്ച് എന്തൊക്കെയാണ്, മണിച്ചേനാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് തട്ടിക്കളഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സുവർണാവസരം നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ്. നമുക്ക് ഇത്രയും നല്ലൊരു അവസരം ഹൈറിച്ചിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള പല കമ്പനികൾക്കും ഭീഷണിയാവുന്നതുകൊണ്ട് മാത്രം ഇത്ര നല്ലൊരു കൺസെപ്റ്റിനെ നിങ്ങൾ ഇല്ലാതാക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയുക, അത് മനസ്സിലാക്കുക, ഏറ്റെടുക്കുക. ഇത്രയൊക്കെ ആയിട്ടും ഹൈറിച്ച് എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ ഹൈറിച്ചിലെ ജനങ്ങൾ, ഓരോ വ്യക്തികളും ഹൈറിച്ചിൻ്റെ കൂടെ എന്തുകൊണ്ട് നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് അപ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ഹൈറിച്ച് എന്താണെന്ന് അറിയണം. ഹൈറിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. Thank you.